അന്ത്യകാലത്ത് ആത്മീയ ജീവൻ നൽകുന്ന ദൈവവചനത്തെക്കാൾ കർണരസപ്രധാനമായ കെട്ടുകഥകളിലേക്കും പൈങ്കിളി സാഹിത്യത്തിലേക്കും ജനം തിരിയുമെന്ന് ബൈബിൾ മുന്നറിയിച്ചിട്ടുണ്ട്. അവർ പത്യുപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. 2 തിമോത്തിയോസ് 4-3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കെട്ടുകഥകൾ ഇന്ന് വളരെ വേഗത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. വിചാരത്തെക്കാൾ വികാരത്തിന് പ്രാധാന്യം നൽകുന്ന യുവഹൃദയങ്ങളെ ഇത് പുളകം കൊള്ളിക്കുന്നു. ദോഷകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. നാളെയുടെ നല്ല വാഗ്ദാനങ്ങളായ എത്രയോ യുവജീവിതങ്ങൾ ഇങ്ങനെ തളർന്ന് താളടിയാകുന്നു. എത്രയെത്ര മാതാപിതാക്കൾ കണ്ണീരും കയ്യുമായി കഴിയുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കാള ഒന്നും അറിയാതെ തീറ്റയും തിന്നുകൊണ്ട് കൊലക്കളത്തിലേക്ക് പോകും പോലെ ഇന്നത്തെ യുവലോകവും നശിക്കുന്ന കാഴ്ച കണ്ണുനീരോടല്ലാതെ കാണുവാൻ കഴിയുമോ? സിനിമ യുവഹൃദയങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. സിനിമ സ്റ്റൈലിലുള്ള കൊലപാതകങ്ങളും മോഷണങ്ങളും ആക്രമണങ്ങളും ദിനംതോറും വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികളെ പരിഹസിക്കുന്നവരെ എല്ലാ തലമുറയിലും കാണാവുന്നതാണ്. എന്നാൽ അന്ത്യകാലത്ത് അങ്ങനെയുള്ളവരുടെ സംഖ്യ അധികരിക്കുമെന്നും വേദപുസ്തകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളെ സ്വീകരിക്കാതെ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരാണിവർ. തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ മറച്ചു വെക്കുവാൻ വേണ്ടി യേശു രണ്ടാമത് വരികയോ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുകയോ ചെയ്യുകയില്ല എന്നും ഇന്ന് ലോകത്തിൽ കാണുന്ന കാലാവസ്ഥാ മാറ്റം ലോകാരംഭം മുതൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസവും പ്രക്രിയയും മാത്രമാണെന്ന് അവർ വാദിക്കുന്നു. പ്രകൃതിയാണ് സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമെന്ന് പോലും പറയുവാൻ ഇവർ മടിക്കുകയില്ല. കുറ്റം ചെയ്ത മകന് ശിക്ഷിക്കുന്ന പിതാവിന്റെ സാന്നിധ്യം ഭയഹേതുവാകയാൽ പിതാവ് വരികയില്ല എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടുവാൻ മാത്രമേ ഇവരുടെ തന്ത്രങ്ങൾക്ക് കഴിയുകയുള്ളൂ. ആരോ പറഞ്ഞതുപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാൻ കഴിയുകയില്ലല്ലോ. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു വീണ്ടും വെളിപ്പെടാറായി. അന്ധകാരത്തിന്റെ സകല ചതിയും വഞ്ചനയും പുറത്താകാറായി. ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. യൂദയുടെ പുസ്തകം 18-ാം വാക്യം. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. 2 പത്രോസ് 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് അധികം തീഷ്ണതയോടെ പിശാച് പ്രവർത്തിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും അധർമ്മം ഒരു പകർച്ചവ്യാധി പോലെ പടർന്ന് പിടിച്ചിരിക്കുന്നു. വിഗ്രഹാരാധന, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയം, അലസത, അഴിമതി, അച്ചടക്കമില്ലായ്മ എന്നിവ പ്രധാനമായും നാം കാണുന്നു. ഇവയ്ക്ക് പരിഹാരം വരുത്തി ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖഛായ തന്നെ മാറും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.